നേതാക്കളുടെ അഭിപ്രായ ഭിന്നത ചർച്ചയാകുന്നതിനിടെ CPM പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇന്ന് ദില്ലിയിൽ തുടക്കമാവുകയാണ്. 3 മാസത്തെ ഇടവേളയ്ക്കിടയിൽ നടക്കേണ്ട യോഗം സാധാരണയിൽ നിന്ന് വിഭിന്നമായി വിളിച്ചു ചേർക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കേരളത്തെയും പശ്ചിമബംഗാളിലെയും തെരഞ്ഞെടുപ്പ് തോൽവി താഴെത്തട്ടിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും. നൊബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നൊബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി തുടങ്ങിയാണ്. 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയാണ്. സാധാരണ ചേരുന്നതിനും അല്പം നേരത്തെ ചേരുന്നു. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം, അതിൽ PB മുന്നോട്ട് വച്ചിരിക്കുന്ന തെറ്റുതിരുത്തൽ രേഖയടക്കം ചർച്ചയാകുന്ന യോഗമാണ്. അതീവ പ്രാധാന്യമുള്ള യോഗം എന്ന നിലയ്ക്ക് ഈ കേന്ദ്ര കമ്മിറ്റി കാണണമല്ലേ? സ്മൃതി, വെരി ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും അതീവ പ്രാധാന്യമുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമാകാൻ പോകുന്നത്. 3 ദിവസത്തെ യോഗമാണ്. യോഗം പ്രത്യേകം വിളിച്ചു ചേർക്കുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചകളിലേക്ക് വരിക. കേരളം, ബംഗാൾ അടക്കമുള്ള ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം കൃത്യമായി തന്നെ ചർച്ച ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്നും അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ അവലോകനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തിരുത്തൽ നടപടികൾ അടക്കം ഇതിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പല പ്രതികരണങ്ങളും തികച്ചും വ്യത്യസ്തമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് PK ശ്രീമതി ആണെങ്കിലും അല്ലെങ്കിൽ KK ശൈലജ ആണെങ്കിലും അതല്ല EP ജയരാജൻ അടക്കമുള്ള ആളുകൾ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പല അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ദിവ്യ എസ് അയ്യരുടെ കാര്യത്തിലൊക്കെ വിഭിന്നമായ അഭിപ്രായങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത്. സ്വാഭാവികമായും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് നേരത്തെ PB യോഗം ചേർന്നപ്പോൾ നിലവിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി ഈ PB യോഗത്തിൽ വെച്ചിരുന്നു. അതിന് പൂർണ്ണമായും അംഗീകാരം PB നൽകുകയും ചെയ്ത സാഹചര്യമുണ്ട്. സ്വാഭാവികമായി ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കും. ഒരുപക്ഷെ വിമർശകർ അടക്കം നേതാക്കൾക്കെതിരെ ഉയരാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും കൃത്യമായി തന്നെ പുതിയ മാർഗരേഖകൾ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തിരുത്തൽ നടപടികൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്താണ് ഒരു പൊതുവികാരമായി ഉയരാൻ പോകുന്നത്. നേതാക്കളൊക്കെ എത്തി തുടങ്ങിയോ രാവിലെ? നൊബിൾ, ഇന്നലെ ഇപ്പോൾ ഈ വിഴിഞ്ഞം വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ച നമ്മൾ കണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരൊക്കെ അവിടേക്ക് എത്തി തുടങ്ങിയോ? സ്മൃതി, ഇന്നലെ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവ്യ എസ് അയ്യരുടെ സ്ഥലം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിഭിന്നമായ അഭിപ്രായങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ എടുത്തത്. പ്രത്യേകിച്ച് KK ശൈലജയും PK ശ്രീമതിയും അതോടൊപ്പം തന്നെ EP ജയരാജനൊക്കെ എടുത്ത നിലപാടുകൾ തികച്ചും സംസ്ഥാന നേതൃത്വത്തിന് എതിരായ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട് തികച്ചും വിഭിന്നമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേതാക്കളൊക്കെ ഇന്നലെ തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. ഇന്നിപ്പോൾ നേതാക്കളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഏറെക്കുറെ 10 മണിയാകുമ്പോഴേക്കും സുർജിത് ഭവനിലേക്ക് നേതാക്കൾ എത്തും. പിന്നീടാണ് യോഗം ആരംഭിക്കാൻ പോകുന്നത്. ഇതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ ഉണ്ടാകുമെന്നൊക്കെ ആശങ്കയൊക്കെ, പ്രത്യേകിച്ച് അത്തരത്തിൽ ചർച്ചകളിലേക്ക് പോകുമോ എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയം കൂടിയാണ്. എന്നാലും വിശദമായ ചർച്ചകൾ നടക്കുമ്പോൾ ആർക്കെല്ലാം വിമർശനങ്ങൾ ഉയരുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്ക് പോകാവുന്നതാണ്. പക്ഷേ അത്തരം ചർച്ചകൾക്കൊക്കെ സാധ്യത കുറവാണ് നോബിൾ. പക്ഷേ വിമർശനമുണ്ടാകും. കാരണം നേരത്തെ താഴെത്തട്ടിൽ ഉയർന്നിരുന്ന വിമർശനങ്ങൾ, നേതാക്കളെ അടക്കം വിമർശിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ അതൊന്നും വേണ്ട രീതിയിൽ പ്രതിഫലിച്ചില്ല എന്നൊരു വിമർശനം നേരത്തെ കേന്ദ്ര നേതാക്കൾക്കുണ്ട്. അപ്പോൾ അത് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് കാണേണ്ടത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റുതിരുത്തൽ രേഖ, അതാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാവുക.